എല്ലാവർക്കും ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവുമായിട്ട് ബൈ ഹാർട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. സെയിം ടൈം ഐ റിയലി കൺഗ്രാജുലേറ്റ് യു. നിങ്ങൾ നിങ്ങളുടെ സമയമെടുത്ത് കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത്. കാര്യങ്ങൾ ഏത് സമയത്തും കാര്യങ്ങൾ പഠിക്കുക. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മളിൽ വ്യത്യാസം വരുത്തിയാൽ മാത്രമേ നമ്മൾക്ക് പ്രയോജനം ലഭിക്കുകയുള്ളൂ. ഇപ്പൊ ഫിസിക്കൽ എക്സസൈസിന്റെ ഇമ്പോർട്ടൻസ്, എന്തുകൊണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ആദ്യമേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ എന്തുകൊണ്ട് നമ്മുടെ ബ്രീത്തിങ് സ്ലോ അല്ലെങ്കിൽ ഷാലോ ബ്രീത്തിങ് ആയി മാറി വളരെ സ്ലോലി നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന നിലയിലേക്ക് നമ്മൾ എത്താനുള്ളതിന്റെ കാരണം നമ്മൾ ഈ കാലഘട്ടത്തിന്റെ പ്രശ്നമാണ്, നമ്മുടെ പ്രശ്നമല്ല. കാലം മാറി, ആളുകൾ ഫിസിക്കൽ ആക്ടിവിറ്റി കുറഞ്ഞു, അതുകൊണ്ടാണ് നമ്മൾ ശരിയായ രീതിയിൽ ബ്രീത്ത് ചെയ്യാത്തതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ബ്രീത്തിങ് ആണ് ഏറ്റവും ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മൾ ഡീപ്പ് ബ്രീത്ത് എടുക്കും. അതായത് ദീർഘശ്വാസം എടുക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. നമ്മൾ ഓടുകയോ അല്ലെങ്കിൽ കഠിനമായിട്ടുള്ളൊരു അധ്വാനം ചെയ്യുമ്പോഴോ നല്ല ഡീപ്പ് ബ്രീത്ത് എടുക്കുന്നുണ്ടാവും. ആ ബ്രീത്ത് എടുക്കുന്നത് നമ്മളിപ്പോൾ കഠിനമായിട്ടുള്ള അധ്വാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഡീപ്പ് ബ്രീത്ത് എടുക്കുന്നത് സ്ലോലി നിന്ന് പോയി. ഇപ്പൊ പല ആളുകളും എന്നെ കോണ്ടാക്ട് ചെയ്യുന്നവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ച് നടക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യം ചെയ്യുമ്പോൾ പോലും അവർക്ക് ഈ പറയുന്ന ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി കുറഞ്ഞു, നമ്മൾ ആ ബ്രീത്തിങ് ശരിയായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ല, ദീർഘശ്വാസം എടുക്കുന്നില്ല. ആ കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നത്. നമ്മുടെ നോസ് മുതൽ നമ്മളെ ട്രക്കിയ അല്ലെങ്കിൽ വിൻഡ് പൈപ്പും ലങ്സും വരെയുള്ള നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, നമ്മൾ ഈ പറയുന്ന ബ്രീത്തിങ് സിസ്റ്റം നമ്മൾ ശരിയായിട്ട് യൂസ് ചെയ്യാതെ ഇരുന്നുകൊണ്ടാണ് നമ്മൾക്ക് ഇപ്പോൾ ഓക്സിജൻ ഇല്ലാത്തതിൻ്റെ ഈ കാലഘട്ടത്തിലെ എല്ലാ പ്രശ്നങ്ങളിലേക്കും എത്താൻ കാരണമായത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു, ബ്രീത്തിങ് കറക്റ്റായി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ള ആ ലിസ്റ്റ് ബൈ ലിസ്റ്റ് നിങ്ങളെ ഞാൻ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും അത് കൺവിൻസ്ഡ് ആണെന്ന് ഞാൻ കരുതുന്നു. ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന 80% അസുഖങ്ങൾക്കും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് നമ്മൾ ബ്രീത്ത് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ സപ്ലിമെന്റ് ചെയ്യാണ്. ഏതിലാണ് നമ്മുടെ ശരീരത്തിന് കുറവ്, ഏതിലാണ് നമ്മുടെ മനസ്സിന് കുറവ്, അത് സപ്ലിമെന്റ് ചെയ്ത് നമ്മുടെ മനസ്സിലേക്കും ശരീരത്തിലേക്കും കടത്തി നമ്മളൊരു ഹാബിറ്റാക്കി മാറ്റിയെടുത്താൽ മാത്രമേ നമ്മൾക്ക് ഹെൽത്തി ആയിട്ടും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഒരു അടിസ്ഥാനപരമായിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾ ലഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഫിസിക്കൽ എക്സർസൈസ് അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് ഈ പറയുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും സമയം ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള എക്സർസൈസ്, സ്നാക്കിംഗ് എന്ന് പറയും. നിങ്ങൾ സാധാരണ ജോലി ചെയ്യുന്ന സമയത്ത് പോലും ചെയ്യാൻ പറ്റുന്ന എക്സർസൈസ് സ്നാക്കിംഗ് കൊണ്ട് അതും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നത്, ശരിയായ രീതിയിൽ എങ്ങനെ നമ്മൾക്ക് ഫിസിക്കൽ എക്സസൈസ് ചെയ്യാം, എന്തിനെ എങ്ങനെ. അപ്പൊ നമ്മൾ പറഞ്ഞു, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വൈ, വാട്ട് ആൻഡ് ഹൗ എന്നുള്ളതാണ്. വൈയും വാട്ടും നമ്മൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഹൗ എന്നുള്ളത്, എങ്ങനെ എന്നുള്ളത് ഫോളോ ചെയ്യും. നമ്മുടെ മനസ്സിൽ അത് വിചാരിച്ചാൽ മതി, നമ്മൾക്ക് നമ്മളിലേക്ക് അത് എത്തിച്ചു തരുന്നുണ്ടാവും. അപ്പൊ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ യോഗ, ധ്യാനം, ശാരീരിക വ്യായാമം, ഈ 4 കാര്യങ്ങളാണ് നമ്മുടെ ബ്രെയിന്, നമ്മുടെ മാനസികാവസ്ഥയും നമ്മുടെ ശാരീരിക ക്ഷമതയും വർദ്ധിപ്പിക്കുന്നത്. യോഗ വേണം, ധ്യാനം വേണം, ശാരീരിക വ്യായാമം വേണം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നല്ല രീതിയിലേക്ക് നമ്മൾ ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളിലേക്ക് എത്തുക. അവിടെയാണ് നമുക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ സാധിക്കുക. അതൊരു വ്യായാമം നിങ്ങളുടെ ശരീരത്തെ ശക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ക്ലാസ്സിൽ നിങ്ങളുടെ മസിൽസിന്റെ സ്ട്രെങ്ത് എങ്ങനെ നിങ്ങളുടെ ബ്രെയിൻ ഹെൽത്തിനെ ബാധിക്കുന്നു എന്നുള്ളൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വലിയ കാര്യമാണ്. ലേറ്റസ്റ്റ് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതനുസരിച്ച് നമ്മളിലേക്ക് വരികയും അത് നമ്മൾ പഠിക്കാൻ തയ്യാറാവുകയും ചെയ്യണം. എന്തുകൊണ്ട് ഈ ഘട്ടത്തിലെ പ്രശ്നം എന്ന് മനസ്സിലാക്കി. അപ്പൊ നമ്മളുടെ ഏറ്റവും ഹെവി ആയിട്ടുള്ള നമ്മുടെ മസിൽസ് എന്ന് പറയുന്നത് തൈ മസിൽസ് ആണ്, കാഫ് മസിൽസ് ആണ്. ഈ തൈ മസിൽസിന്റെ സ്ട്രെങ്ത് നമ്മൾ കൂട്ടുന്നതനുസരിച്ച് നമ്മുടെ ബ്രെയിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടാവും. അത് പല ആളുകൾക്കും അറിയാൻ പറ്റാത്ത കാര്യമാണ്. അത് കഴിഞ്ഞ ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു. അതിന് പോകെ നിങ്ങൾക്ക് കേട്ടിട്ടില്ലാത്ത ആളുകൾക്ക് കോഴ്സിൽ ചെന്ന് കഴിയുമ്പോൾ അത് റെക്കോർഡിങ്, അതായത് ഈ പറഞ്ഞ നിങ്ങൾ ആ റെക്കോർഡിങ്സിൽ അത് ഉണ്ടായിരിക്കും. ഓക്കെ,
നമ്മുടെ ശരീരത്തെ ശക്തമാക്കുന്നു. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് ഹെൽപ്പ്. യോഗ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ശ്വാസത്തെയും തമ്മിൽ യോജിപ്പിക്കുന്നു. നമ്മളുടെ മനസ്സും നമ്മുടെ ആത്മാവും നമ്മളുടെ ശരീരവുമായി ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് ബ്രീത്തിങ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ധ്യാനം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുകയും തെളിച്ചമുള്ളതാക്കുകയും ചെയ്യുന്നു. എന്താണ് തെളിച്ചമുള്ളതാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നല്ല രീതിയിൽ ചിന്തിക്കാൻ, കാര്യങ്ങൾ വരുന്നതിനെ നമ്മൾക്ക് വിശകലനം ചെയ്യാൻ, നമ്മളിലേക്ക് എത്തുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് വിശകലനം ചെയ്യാൻ, അതിന് എന്താണ് നമ്മുടെ ഒരു പ്രതിവിധി എന്ന് നമ്മുടെ ബ്രെയിനിൽ ചിന്തിച്ചെടുക്കാൻ, ഒരു ലോജിക്കായിട്ട് കാര്യങ്ങളുടെ അവഗതം നമ്മൾ ശരിയായി അപഗ്രഥിച്ച് അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ നല്ല രീതിയിൽ ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ കൊടുത്താൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ആരോഗ്യകരമായ ഒരു ജീവിതത്തിന് ഇവ മൂന്നും ഒരുപോലെ പ്രധാനമാണ്. എന്താണ്? വ്യായാമം, യോഗ, ധ്യാനം. ഇത് മൂന്നുമാണ് നമ്മുടെ ഹെൽത്തും നമ്മളുടെ മാനസികാവസ്ഥയും ഒക്കെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇത് ഫോളോ ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ. ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഈ കാഴ്ചക്കാരായിട്ട് ഈ ക്ലാസ് കേട്ടതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്നുകൂടി മനസ്സിലാക്കുക. മനുഷ്യ ശരീരം ട്രില്യൺ കണക്കിന് കോശങ്ങളാൽ നിർമ്മിതമായ സങ്കീർണവും ബുദ്ധിപരവുമായ ഒരു വ്യവസ്ഥയാണ്. മനുഷ്യ ശരീരം ജീവൻ, ചലനം, ചിന്ത, വികാരം എന്നിവ നിലനിർത്തുന്നതിനായി ഒന്നിച്ചു പ്രവർത്തിക്കുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ശരീരം എത്ര പെർഫെക്റ്റ് ആയിട്ട്, എത്ര മാത്രം ഈ പറഞ്ഞ നമ്മുടെ എത്ര പറയുന്ന മെറ്റിക്കുലസ് ആയിട്ടാണ് നമ്മുടെ ശരീരം പ്രകൃതി ബിൽഡ് ചെയ്ത് നമുക്ക് തന്നിരിക്കുന്നതെന്ന് നമ്മൾ നോക്കണേ. നമ്മളുടെ ശരീരത്തെ കുറിച്ച് പഠിച്ചാൽ മാത്രം മതി. അവിടെയാണ് നമ്മൾക്ക് പ്രകൃതിയെ പ്രശംസിക്കുക, നന്ദി പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരിക. അപ്പൊ നമ്മൾ നോക്കുക, ഇതെല്ലാം കണക്ട് ചെയ്ത് വളരെ സങ്കീർണമായിട്ടാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം എങ്ങനെ മസിൽ ഹെൽത്ത് ബ്രെയിൻ ഹെൽത്തിനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറയണം, എത്ര ഇതായിട്ടാണ് നമ്മൾ വിചാരിക്കുന്ന. എന്താണ് ശാരീരിക ബലം അത് വേറെയാണ്, മാനസിക ബലം വേറെയാണ്. ബുദ്ധിയുള്ളവന് ശാരീരിക ബലം വേണ്ട, ശക്തിയുള്ളവന് ബുദ്ധി വേണ്ട എന്നൊക്കെ ചിന്തിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് മാറി ഇത് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോയാൽ മാത്രമേ നമ്മൾക്ക് ഗുണം ചെയ്യുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓരോ ടിഷ്യൂ അതായത് വളരെ മൈന്യൂട്ട് ലെവലിൽ പോയി ആറ്റം ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ, മോളിക്കുലർ ലെവലിൽ പോയി കഴിഞ്ഞാൽ, അങ്ങനെ പല മോളിക്കുലർ കൂടിയിട്ടാണ് ഒരു ടിഷ്യൂ ഉണ്ടായിരിക്കുന്നത്. ആ ടിഷ്യൂസ് എല്ലാം കൂടിയിട്ടാണ് ഒരു ഓർഗൻ ഉണ്ടാകുന്നത്. ഓർഗൻ പലതരത്തിലുള്ള കാര്യങ്ങൾ കൂടിയാണ് ഒരു സിസ്റ്റം ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ഓർഗൻ നമ്മൾക്കൊന്ന് നോക്കാം. നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടിരിക്കുന്ന ആദ്യമേ ലങ്സ് എന്ന് പറയുന്ന ഓർഗൻ, അതിനുശേഷം ട്രക്കിയ, ലങ്സിലേക്ക് എത്തുന്ന പൈപ്പ്, അത് അടുത്ത ഓർഗനാണ്. അതിനുശേഷം നമ്മുടെ നോസ്, ഇത് അടുത്ത ഓർഗൻ. ഈ മൂന്നും കൂടുന്ന ഒരു സംവിധാനം, ഒരു സിസ്റ്റമാണ് റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ നമ്മളെ യൂറിനറി സിസ്റ്റം, ഓരോ സിസ്റ്റവും അങ്ങനെ പല വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ള വളരെ സങ്കീർണമായിട്ടുള്ള ഓരോ അവയവങ്ങൾ ചേർന്നിട്ടുള്ള സംവിധാനങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പൊ നമ്മൾ നോക്കുക, സ്കെൽറ്റൽ സിസ്റ്റം, നമ്മുടെ അസ്ഥികളുടെ കൂടുന്ന അതെല്ലാം പല തരത്തിലുള്ള അസ്ഥികളാണ്. വലിയ അസ്ഥിയുണ്ട്, ചെറിയ അസ്ഥിയുണ്ട്, വളരെ ചെറുതുണ്ട്, തരുണാസ്ഥിയുണ്ട്. അങ്ങനെ ഒന്ന് പലതരത്തിലുള്ള നമ്മുടെ ബോൺ സിസ്റ്റം, സ്കെൽറ്റൽ സിസ്റ്റം എന്ന് പറയുന്ന അതും ഒരു സിസ്റ്റമാണ്. മസ്കുലർ സിസ്റ്റം, ഈ മസ്കുലർ സിസ്റ്റമാണ് നമ്മൾക്ക് ഷേപ്പ് തരുന്നത്, നമ്മളുടെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ മസ്കുലർ സിസ്റ്റമാണ്. നമ്മുടെ ഈ ബോണിന്റെ മുകളിൽ പൊതിഞ്ഞിരിക്കുന്ന മസിൽസ് ഇല്ലെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല. മസിൽ സ്ട്രെങ്ത് ആണ് നമ്മളുടെ ബ്രെയിൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് റിപ്പീറ്റഡ്ലി പിന്നെയും പറയുന്നു. അത് ഞാൻ പറയാനുള്ളതിന്റെ കാരണം, സ്ട്രോക്ക് വന്ന വ്യക്തികൾക്കുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഒരു ജിമ്മിൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഫിസിയോതെറാപ്പിസ്റ്റ് അയാളെ കൊണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള എക്സർസൈസ് ചെയ്യിച്ചാണ് ഒരു സ്ട്രോക്ക് വന്ന ഒരു പേഷ്യന്റിനെ റിവൈവ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ സ്ട്രോക്ക് വന്നതിന് ശേഷം എക്സർസൈസ് ചെയ്യാൻ പോണോ, സ്ട്രോക്ക് വരാതെ എക്സർസൈസ് ചെയ്യണോ എന്നുകൂടി നിങ്ങൾ ഇടയ്ക്കൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. കാരണം സ്ട്രോക്ക് വരുന്നതിന് മുമ്പ് വരാതിരിക്കാൻ നിങ്ങൾ എക്സർസൈസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് വലിയ കാശ് മുടക്കുണ്ടാവുകയില്ല. സ്ട്രോക്ക് വന്നതിന് ശേഷം നിങ്ങളൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ വീട്ടിൽ വരുന്നത് മിനിമം 800 rupees കൊടുത്താൽ എല്ലാ ദിവസവും ചെയ്യണം. 365 അല്ല, 2-3 വർഷമായിട്ട് ഫിസിയോതെറാപ്പി ചെയ്യുന്ന ആളുകളെ എനിക്ക് അറിയാം. അപ്പൊ മസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നത് അത് വളരെ സങ്കീർണമായിട്ട് ഉള്ളതാണ്. അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സർക്കുലേറ്ററി സിസ്റ്റം,
സർക്കുലേറ്ററി സിസ്റ്റം നമ്മൾ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുക, ഓരോ സെൽസിലേക്ക് എത്തിക്കുക, നമുക്ക് എനർജി തരിക, പോഷകങ്ങൾ എത്തിക്കുക, അതിനുശേഷം അവിടെ ഉണ്ടാകുന്ന വേസ്റ്റിനെ തിരിച്ചു കൊണ്ടുവന്ന് നമ്മളെ പുറത്തേക്ക് പുറന്തള്ളുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അത് നൽകുന്നത്. ഈ ബ്ലഡ് എന്ന് പറയുന്നത് ഒരു സൈഡിലേക്ക് മാത്രമേ ഫ്ലോ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഹാർട്ടിൽ നിന്ന് പോയ ഒരു ഫ്ലോ ചെയ്ത് ശുദ്ധമായ രക്തം ഓരോ കോശങ്ങളിൽ ചെന്നിട്ട് തിരിച്ച് പിന്നെ ആ പൈപ്പുകൾ തിരിച്ചു വരാൻ പറ്റില്ല. പിന്നെ വരുന്ന വെയിനിൽ കൂടിയാണ് തിരിച്ചു വരുന്നത്. അത് വന്ന് നമ്മുടെ ലങ്സിലേക്ക് എത്തി അവിടെ ശുദ്ധീകരിച്ച് പിന്നെ അഗെയിൻ അത് ഹാർട്ടിൽ ചെന്നിട്ട് പോകുന്നു. അപ്പൊ സർക്കുലേറ്ററി സിസ്റ്റം എന്താണ് ചെയ്യുന്നത് എന്നും ബ്ലഡ് പമ്പ് ചെയ്യുന്നു, ബ്ലഡ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ ബ്ലഡ് അവിടെ എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് എനർജി ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് പോഷകങ്ങൾ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകങ്ങൾ അവിടെ എത്തിക്കണമെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായി നടക്കണം. അത് നടക്കണമെങ്കിലും നമ്മൾ വ്യായാമം ചെയ്യണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സോ അടുത്തതെന്ന് പറഞ്ഞാൽ നെർവ് സിസ്റ്റം. ഈ നെർവ് സിസ്റ്റമാണ് നമ്മൾ എല്ലാത്തിനെയും കോർഡിനേറ്റ് ചെയ്യുന്നത്. ഈ നെർവ് സിസ്റ്റമാണ് ഓരോ കൺട്രോളും, നിങ്ങളുടെ കൈപൊക്കാൻ പറയുന്നതും ഇതെല്ലാം നമ്മുടെ ഇവിടെ നിന്ന് നമ്മുടെ നെർവ് സിസ്റ്റം വഴി. അത് ഭയങ്കര വയറിംഗ് സിസ്റ്റമാണ്. ആ വയറിംഗ് സിസ്റ്റം ഓരോ സ്ഥലത്തും പോയി ഓരോ കമാൻഡുകൾ അവിടെ എത്തിച്ചു കൊടുത്ത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരെന്നാണ് നെർവ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ഇതിനകത്ത് നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചു സിമ്പത്തറ്റിക് നാഡീവ്യൂഹം അല്ലെങ്കിൽ പാരാസിമ്പത്തറ്റിക് നാഡീവ്യൂഹം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞാൽ ഈ നെർവ് സിസ്റ്റത്തിലുണ്ട്. ഈ നെർവ് സിസ്റ്റമാണ് ഓരോ വ്യക്തിയുടെ സ്വഭാവം എന്ന് പറയുന്നത്. അത് നമ്മുടെ ഒരു ഹാബിറ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമാണ്. ആ നെർവ് സിസ്റ്റം പെർഫെക്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി പാരാസിമ്പത്തറ്റിക് നാഡീവ്യൂഹം ഡെവലപ്പ് ചെയ്യാൻ നമ്മളൊരു ഹാബിറ്റ് ആക്കി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ നെർവ് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്നും അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എല്ലാം അതിൻ്റെതായ നിലയിൽ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയുള്ളതാണ് റെസ്പിറേറ്ററി സിസ്റ്റം. നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ച കാര്യമാണ് റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് വരുന്ന ഡൈജസ്റ്റീവ് സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ കുറിച്ച് ആരും മനസ്സിലാക്കാറില്ല. നമുക്ക് കിട്ടുന്നതൊക്കെ വെട്ടി വിഴുങ്ങും. എന്താണ് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം ചെയ്യുന്നത് എന്ന് ഈ ഒരു 2-3 ആഴ്ചയിൽ ഈ ക്ലാസ്സിലിരുന്ന പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ. ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെ പ്രധാനപ്പെട്ടതാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മൾ ഈ ക്ലാസ്സിലേക്ക് വന്നതിന് ശേഷമാണ് പലർക്കും ഡൈജഷൻ ആദ്യം നടക്കുന്ന വായിലാണെന്നും സലൈവയിലെ ഉമിനീര് സലൈവറി ഗ്ലാൻഡിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന സലൈവയാണ് ആദ്യത്തെ ദഹന പ്രക്രിയ നടത്തുന്നതെന്ന് മനസ്സിലാക്കിയത് ഇതിൽ വന്നതിന് ശേഷമാണ് പലർക്കും. കാരണം നമ്മൾ ഇത് ഓരോന്ന് പഠിക്കുമ്പോഴാണ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് നമ്മൾ നന്നായിട്ട് ചവച്ചരയ്ക്കുന്നതിന് ഉണ്ട് എന്നും ആ ചവച്ചരച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വായിൽ നിന്ന് വരെ പല പോഷകങ്ങളും നമ്മുടെ ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതും പലരും ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റമാണ് നമ്മുടെ പ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. ഈ പ്രതിരോധ ശേഷി എന്ന് പറയുന്ന സംവിധാനം എന്ന് പറയുന്നതും നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഈ കാലഘട്ടത്തിൽ ആളുകൾക്ക് പല അസുഖങ്ങളും വരാനുള്ളതിന്റെ കാരണം നമ്മൾ ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ടതാണ്. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ജോയിന്റ് ഏരിയ അല്ലെങ്കിൽ നമ്മുടെ ഇതുപോലുള്ള മടക്കുകളിലെല്ലാം ഈ ഗ്രന്ഥിയുണ്ട്. ആ ഗ്രന്ഥിയിൽ ഉത്പാദിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇത് സർക്കുലേറ്റ് ചെയ്താണ് ചില വിഷാംശങ്ങളെ പുറം തള്ളുന്നത്. അതാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നത്. ഓക്കെ, ആ ഇമ്മ്യൂണിറ്റി സിസ്റ്റവും നന്നായി ഡെവലപ്പ് ചെയ്യാനും സർക്കുലേഷൻ നടക്കാനും ഫിസിക്കൽ ആക്ടിവിറ്റി കൊണ്ട് മാത്രമേ അത് നടക്കുകയുള്ളൂ. ഇവയെല്ലാം തലച്ചോറിനാൽ നയിക്കപ്പെടുകയും ശ്വാസം, ആഹാരം, ആന്തരിക ഊർജം എന്നിവയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എത്ര കറക്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ശ്വാസം എടുക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഭക്ഷണത്തിൽ കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള പോഷകങ്ങൾ ഉണ്ടായിരിക്കണം. ഈ പോഷകങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിൽ ചെന്ന് റിപ്പയറിംഗ് വർക്ക് നടക്കണം. അതുപോലെ ഓരോ കാര്യങ്ങളും വളരെ മെറ്റിക്കുലസ്ലായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ഇതെല്ലാം സംഭവിക്കൂ. ഒരു വലിയ ഫാക്ടറി, വളരെ പെർഫെക്റ്റ് ആയിട്ട് റൺ ചെയ്യുന്ന ഒരു ഫാക്ടറി, ആ ഫാക്ടറിയിലുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റും എങ്ങനെ വർക്ക് ചെയ്യണം. ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് കറക്റ്റ് അല്ലെങ്കിൽ അത് പൊളിഞ്ഞു പോകും. അതിപ്പോൾ ഗവൺമെന്റ് ആണെങ്കിലും വലിയൊരു സംവിധാനമാണെങ്കിലും ഒരു ഫാക്ടറി ആണെങ്കിലും ഏതൊരു സംവിധാനമാണെങ്കിലും ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് സംവിധാനം പ്രശ്നത്തിലേക്കാവും. വൈ യോഗ ഈസ് ഇമ്പോർട്ടൻറ്റ്.
അപ്പൊ യോഗ ആൾക്കാർ ചിലർ പറയും യോഗ മാത്രം ചെയ്താൽ മതി, നമ്മൾക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കും. ഞാനും അങ്ങനെ വിശ്വസിച്ചിരുന്ന ആളാണ്. കാരണം എന്ന് പറഞ്ഞാൽ യോഗയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു റിവേഴ്സ് ആക്ഷനാണ്. നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മൾ ഡീപ് ബ്രീത്ത് എടുക്കും. അതേസമയം യോഗയിൽ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാതെ ഡീപ് ബ്രീത്ത് എടുക്കുന്നു. അപ്പൊ അത് മതി എന്നുള്ളതായിരുന്നു എനിക്ക് ഒരു 20 വർഷം മുമ്പൊക്കെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. അപ്പൊ അതുകൊണ്ട് ആദ്യമേ തുടങ്ങിയത് ഞാൻ യോഗയിൽ നിന്നാണ്. അപ്പൊ അത് അങ്ങനെ ചെയ്തു വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ ഇമ്പോർട്ടൻസ്. കാരണം സയൻസ് വളരുന്നതിനനുസരിച്ച് ഓരോ കാലഘട്ടത്തിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. സയന്റിസ്റ്റുകൾ കാര്യങ്ങൾ പഠിച്ച് അതിനുവേണ്ടി കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാക്കി എന്താണെന്ന് പ്രശ്നം എന്ന് പഠിച്ചു കഴിയുമ്പോഴാണ് പ്രതിവിധി ഉണ്ടാകുന്നത്. അപ്പൊ ഇതെല്ലാ കാര്യങ്ങളും അപ്പൊ നമ്മൾ നമുക്കറിയാം, എൻ്റെ വളരെ ചെറുപ്പത്തില് ആണ് ഡയബറ്റിക് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടായത്. അതുവരെ ഉണ്ടായിരുന്നില്ല. കാരണം ആളുകള് യൂറിനേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉറുമ്പ് വരുന്നുണ്ടായിരുന്നു. നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന കൂടുതൽ ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ പുറന്തള്ളാനൊരു സംവിധാനം നമ്മുടെ കിഡ്നിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? ഇത് യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് അത് നമ്മളൊരു ഷുഗർ പേഷ്യൻ്റ് കണ്ടെത്തി മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആ സയൻസ് ഒക്കെ പോയി. അതിനുശേഷം പിന്നെ നമ്മൾ ഇൻസുലിൻ എടുക്കാൻ തുടങ്ങി. ഇൻസുലിൻ ഇപ്പൊ നിന്നും മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും നമ്മൾ പ്രശ്നം വരുമ്പോൾ നമ്മൾ പല കണ്ടുപിടുത്തങ്ങളിലേക്ക് മാറുകയും ആ കണ്ടുപിടുത്തം വഴി നമ്മൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി. ആ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ ലോകത്ത് മാറ്റം ഇല്ലാത്ത ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് മാറ്റങ്ങളാണ്. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും എന്ന് മനസ്സിലാക്കാം. സോ വൈ ഫിസിക്കൽ എക്സർസൈസ് ഇമ്പോർട്ടൻസ്? യോഗയുടെ ഇമ്പോർട്ടൻസ് ഇതൊക്കെയാണെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് ഇതിന്റെ ഇമ്പോർട്ടൻസ് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു, ശരീരഭാരം നിയന്ത്രിക്കുന്നു, പേശികളെയും എല്ലുകളെയും ബലപ്പെടുത്തുന്നു, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു, മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു, ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കുന്നു, ജീവിതശൈലി രോഗങ്ങളെ തടയുന്നു, നല്ല ഉറക്കം പ്രദാനം ചെയ്യുന്നു. അപ്പൊ യോഗയ്ക്ക് ഒരു കാര്യം ചെയ്യുന്നു. അതുപോലെ ഫിസിക്കൽ എക്സർസൈസ് ചെയ്യുമ്പോൾ അതിൻ്റെതായി വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് ഫിസിക്കൽ എക്സർസൈസ്? നമ്മൾ മനസ്സിലാക്കേണ്ടത്. എറോബിക്, കാർഡിയോ. കാരണം നമ്മൾ ഓരോ വ്യക്തിയും ഫിസിക്കൽ എക്സർസൈസിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ പെർഫെക്റ്റ് ആൻഡ് നിങ്ങൾ റെഗുലർ ആയിട്ട് എക്സർസൈസ്, ശരിയായ രീതിയിലുള്ള റെഗുലർ ആയിട്ട് എക്സർസൈസ് ചെയ്യണമെന്നാ പറയുന്നത്. നിങ്ങൾ കുറച്ച് നാളത്തേക്ക് ഒരു പ്രശ്നം വന്നു, നിങ്ങൾ ഒരു മാസം എക്സർസൈസ് ചെയ്തുകൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ ജീവിതചര്യയായിട്ട് മാറ്റി നിങ്ങൾ കുളിക്കുന്നത് പോലെ എല്ലാ ദിവസവും ചെറിയ രീതിയിലുള്ള എക്സർസൈസ് ആണെങ്കിൽ ചെയ്യുക എന്നാണ് പറയുന്നത്. പക്ഷെ അത് നിങ്ങളുടെ പ്രായത്തിനും നിങ്ങളുടെ സിറ്റുവേഷനും അനുസരിച്ച് നിങ്ങൾ ഓരോ എക്സർസൈസും തിരഞ്ഞെടുക്കണമെന്ന് മനസ്സിലാക്കുക. ഓടിച്ചാടി വന്നിട്ട് ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. എറോബിക്, കാർഡിയോ, നടത്തം, ജോഗിങ്, സൈക്ലിംഗ്, നീന്തൽ, ഹൃദയാരോഗ്യം, സ്റ്റാമിന, കൊഴുപ്പ് കുറയ്ക്കൽ എന്നിവയ്ക്ക് ഇത് സഹായിക്കും. എറോബിക്സ് എന്ന് പറയുന്നത് ഡാൻസിങ്. അത് വളരെ വളരെ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂട്യൂബിലൊക്കെ പോയി കഴിഞ്ഞാൽ ചെയ്യാൻ സാധിക്കും. അതൊക്കെ ഒരു സർട്ടൻ ഏജ് വരെയുള്ള ചെറുപ്പക്കാർക്കൊക്കെയാണ് അത്. നമ്മൾ കൂടുതൽ വെയിറ്റ് ഗെയിൻ ചെയ്തൊരു വ്യക്തി സ്ട്രേറ്റ് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വെയിറ്റ് കുറയില്ല. വൺസ് നിങ്ങളുടെ ശരീരത്തിൽ വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ അത് കുറയ്ക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അത് ഈസി അല്ലാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ നിലയിൽ ആളുകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ജിമ്മിൽ പോവും, എക്സർസൈസ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിലുള്ള ഫാറ്റ് ഡെപ്പോസിറ്റ് ആണ് ഈ ഓവർ വെയിറ്റ് എന്ന് പറയുന്നത്. ആ ഫാറ്റ് ഡെപ്പോസിറ്റ് അതും ജീവനുള്ള കോശങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എക്സർസൈസ് ചെയ്യുമ്പോൾ ഫാറ്റ് കോശം സ്ട്രേറ്റ് വേ എടുത്തത് ബേൺ ചെയ്യില്ല. നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ നിങ്ങൾക്ക് ഷുഗർ അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ ഗ്ലൂക്കോസ് ആണ് ബേൺ ചെയ്യുന്നത്. അതിലും ആ ഗ്ലൂക്കോസ് ബേൺ ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നാൽ മാത്രമേ ശരീരത്തിലുള്ള ഫാറ്റ് എടുത്ത് ഉപയോഗിക്കുള്ളൂ. പക്ഷെ നിങ്ങൾ ഒരു എയറോബിക് എക്സർസൈസ് ഉള്ള വ്യക്തി, നമ്മൾ തടി കൂടുതലാണെങ്കിൽ ശരീരത്തിൽ ഒത്തിരി കോശങ്ങളുണ്ട്. കോശങ്ങൾ ഏതാണ്? ഫാറ്റായിട്ടിരിക്കുന്ന അതും ജീവനുള്ള കോശമാണ്. ആ കോശങ്ങളും വിശക്കുന്നു എന്ന് പറയും. അപ്പൊ ഞാൻ കണ്ട എൻ്റെ തൊട്ടടുത്ത് മോളിൽ ഒരു ജിമ്മ് നടക്കുന്നുണ്ട്. ഒത്തിരി സ്ത്രീകൾ വന്ന് എക്സർസൈസ് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും എക്സർസൈസ് കഴിഞ്ഞ് താഴെ ഇറങ്ങുമ്പോൾ തൊട്ടടുത്തൊരു ബേക്കറി ഉണ്ട്. ആ ബേക്കറി പോയി ഭക്ഷണം കഴിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എത്രമാത്രം കലോറി ബേൺ ചെയ്യുന്നു അതനുസരിച്ച് നമ്മൾ കലോറി നമ്മുടെ ശരീരത്തിലേക്ക് സപ്ലൈ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന ഫാറ്റ് നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ ഓവർ വെയിറ്റ് ആണെങ്കിൽ ഓടിപ്പോയി നമ്മൾ ഈ എറോബിക്സ് ചെയ്യരുത്. അത് വളരെ നല്ല എക്സർസൈസ് ആണ് എന്നുകൂടി ഞാൻ പറയുന്നു. സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജിമ്മിലൊക്കെ പോയി വെയിറ്റ് ഉപയോഗിച്ചത്
ഭാരം ഉയർത്തൽ, റെസിസ്റ്റൻസ് ബാൻഡുകൾ, ശരീരഭാരം ഉപയോഗിച്ചുള്ള വ്യായാമങ്ങൾ. ഇതൊന്നും നമുക്ക് വെയിറ്റ് ജിമ്മിലൊന്നും പോണ്ട, നമ്മുടെ ശരീരത്തിലെ ഭാരം ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് പല എക്സർസൈസും ചെയ്യാൻ സാധിക്കും. പേശിബലം, എല്ലുകളുടെ കരുത്ത്, അതുപോലെ എന്ന് പറഞ്ഞാൽ മെറ്റാബോളിസം, ദഹന പ്രക്രിയ എന്നിവയ്ക്ക് ഇത് വളരെയധികം സഹായിക്കുന്നുണ്ടാവും. അടുത്തെന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി വ്യായാമങ്ങൾ. ഫ്ലെക്സിബിലിറ്റി എക്സസൈസ് അത് സ്ട്രെച്ചിങ്, യോഗയാണ് അതിനകത്ത് ഏറ്റവും സ്ട്രെച്ച് ചെയ്യുക, ഫോൾഡ് ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുക, ഫോൾഡ് ചെയ്യുക, അതുപോലെ ജോയിൻസിനെ ആക്ടിവേറ്റ് ചെയ്യുക, സന്ധികളുടെ ചലനക്ഷമത, പരിക്കുകൾ ഒഴിവാക്കാൻ പേശികളുടെ വിശ്രമം എന്നിവയ്ക്ക് യോഗ വഴി നമ്മൾ ഈ പറയുന്ന സ്ട്രെച്ചിങ് എക്സർസൈസുകൾ നിങ്ങളെ സഹായിക്കുന്നുണ്ടാവും. ഓരോന്നിനും വ്യത്യസ്തമായ ആവശ്യങ്ങളാണ്. നമ്മൾക്ക് ഏതാണ് ആവശ്യം എന്നത് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ബാലൻസ്, കോർഡിനേഷൻ. ബാലൻസ് ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്ന തായ്ചി നല്ലാണ് ബാലൻസ് പരിശീലനങ്ങൾ, പ്രത്യേകിച്ച് മുതിർന്നവർക്ക് വീഴാൻ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യേണ്ടതാണ്. അപ്പൊ ഇത് എല്ലാ തരത്തിലുള്ള എക്സർസൈസും നമ്മൾക്കൊണ്ട് രാവിലെ 6:15 മുതൽ 7:15 വരെ വ്യായാമം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള, ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ് ആ ക്ലാസ് എടുക്കുന്നത്. ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള, ഒരു ദിവസം ഒരാൾ ഈ ബാലൻസിങ് എക്സർസൈസ് ആണെങ്കിൽ മറ്റു ദിവസം അപ്പർ ബോഡി, പിന്നെ ദിവസം ലോവർ ബോഡി, പിന്നെയുള്ള കോർ മസിൽസ്, അതുപോലെയുള്ള വ്യത്യസ്തമായിട്ട് 5 ദിവസം, തിങ്കൾ മുതൽ വെള്ളി വരെ 5 ദിവസവും രാവിലെ 6:15 മുതൽ 7:15 വരെ. പിന്നെ ഈ സെയിം റെക്കോർഡഡ് ഇത് നിങ്ങൾക്ക് വൈകുന്നേരം 7 മണിക്കും ലഭിക്കുന്നുണ്ടാവും. ഇതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണെന്ന് കൂടി മനസ്സിലാക്കുക. അത് നിങ്ങൾ അത് യൂസ് ചെയ്യുക എന്നാണ് ഞാൻ പറയുക. എങ്ങനെ തുടങ്ങാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നിങ്ങൾക്ക് സാവധാനവും ലളിതമായി തുടങ്ങുക. നമ്മളിപ്പോൾ ഈ പറയുന്ന എക്സർസൈസ് പ്രോഗ്രാമിലേക്ക് ചെയ്യുന്ന 10-200 പേരുള്ളതാണ്. എല്ലാ ദിവസവും ഒരു 100 പേരെങ്കിലും പങ്കെടുക്കുന്നുണ്ടാവും. അവരെല്ലാം 18 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള ആളുകൾ ഇതിനകത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ ദിവസവും, അവരൊക്കെ കുറേ കാലമായിട്ട് ഇത് ചെയ്യുന്നതുകൊണ്ട് 80 വയസ്സുകാരനും നല്ല രീതിയിൽ ചെയ്യും. ഒരു 10 പ്രാവശ്യം ചെയ്ത് പറഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്നുണ്ടാവും. പക്ഷെ തുടക്കക്കാർ ഒരിക്കലും ചെന്നിട്ട് ഉടനെ തന്നെ 10 പ്രാവശ്യം ചെയ്യാൻ ശ്രമിക്കരുത്. ഒരു എക്സർസൈസ് 10 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 3 പ്രാവശ്യമാണ് ചെയ്യാൻ പറ്റുമെങ്കിൽ 3 പ്രാവശ്യം തുടങ്ങുക. പിന്നത്തെ ദിവസം അല്ലെങ്കിൽ പിന്നത്തെ ആഴ്ച വേണമെങ്കിൽ അത് 5 ആക്കുക. പിന്നെ അങ്ങനെ സ്ലോലി ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അധികം വാമപ്പ് വ്യായാമത്തിന് മുമ്പ് ശരീരം തയ്യാറാക്കുന്ന ഒരു പ്രക്രിയയാണ് വ്യായാമം. വാമപ്പ് എന്ന് പറയുന്നത് അത് നിങ്ങൾ യോഗ ചെയ്യുമ്പോഴാണ്, ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ഏത് പോർഷനാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അത് വാമപ്പ് ചെയ്യണത് അത്യാവശ്യമാണ്. നിങ്ങൾ എല്ലാ ദിവസവും നടക്കുന്ന ഈ ബ്രീത്തിങ് ചലഞ്ചിൽ ലേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാമപ്പ് ചെയ്യാൻ സാധിക്കില്ല. റിയലി സിൻസിയറായിട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും വന്ന് കാര്യങ്ങൾ ജോയിൻ ചെയ്യുക. എല്ലാത്തിനും രാവിലെ നടക്കുന്ന എക്സസൈസിലും ഏറ്റവും ആദ്യം പ്രത്യേകം പറയുന്നുണ്ട്, വാമപ്പ് ചെയ്ത് മാത്രം നിങ്ങൾ തുടങ്ങുക. അല്ലാതെ നിങ്ങൾ ഇൻബിറ്റ്വീൻ 15 മിനിറ്റ് കഴിഞ്ഞ് എക്സർസൈസ് തുടങ്ങുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ സ്ട്രേറ്റ് വേ എക്സർസൈസ് ചെയ്യുന്ന അത് ഡാമേജിങ് ആണ് എന്നുകൂടി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. വാമപ്പ് ചെയ്യുക, വാമപ്പ് ചെയ്തിട്ട് മാത്രം എക്സസൈസ് ചെയ്യുക. പ്രധാന വ്യായാമങ്ങൾ അതിനുശേഷം നടക്കുന്നുണ്ടാവും. മെയിൻ വർക്കൗട്ട് നടക്കുന്നത് അതിനുശേഷം കൂൾ ഡൗൺ എക്സർസൈസ് കൂടി ചെയ്യണം. നമ്മുടെ ശരീരം ഒന്ന് കൂൾ ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഫാൻ്റെ അടിയിലിരിക്കാന്നല്ല, നമ്മൾ ചില സ്ട്രെച്ചിങ് എക്സർസൈസ്, വ്യായാമത്തിന് ശേഷം ശരീരം ശാന്തമാക്കാൻ വേണ്ടി സ്ട്രെച്ചിങ് ഒക്കെയാണ് ചെയ്യുന്നത്. സ്ഥിരത നിലനിർത്തുക. ഇതെല്ലാ കാര്യം നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സോ പ്രിക്കോഷൻസ് ബിഫോർ സ്റ്റാർട്ടിങ്, ഇതൊരു പ്രിക്കോഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടത് ആദ്യമേ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ചലഞ്ചസ് ഉണ്ടെങ്കിൽ ഡോക്ടറെ ചോദിച്ചതിന് ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വ്യായാമം തുടങ്ങുന്നതിന് മുമ്പ് ഡോക്ടറെ ഉപദേശം തേടുന്നത് വളരെ നല്ലതാണ്, അത് ചെയ്യണം എന്ന് പറയുന്നു. അമിതമായ ആയാസം ഒഴിവാക്കാൻ നിങ്ങളുടെ ശരീരം നൽകുന്ന സൂചനകൾ ശ്രദ്ധിക്കുക. ക്ഷീണം തോന്നിയാൽ വിശ്രമിക്കുക. നിങ്ങൾക്ക് തലക്കറക്കോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഇരുന്നുകൊണ്ട് ഡീപ്പ് ബ്രീത്ത് എടുക്കുക. എല്ലാ സമയത്തും നിങ്ങൾക്ക് പ്രശ്നം വരുമ്പോൾ ഡീപ്പ് ബ്രീത്ത് എടുക്കുന്ന ഹാബിറ്റിലേക്ക് വരിക. അത് ഇതിപ്പോൾ വ്യായാമം ചെയ്യുന്നതിനിടയിൽ മാത്രമല്ല, നമ്മൾ ജോലി ചെയ്യുമ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും നമ്മുടെ മനസ്സിലൊരു പ്രശ്നം തോന്നുന്ന സമയത്ത് അപ്പോൾ തന്നെ ഒരു 3 പ്രാവശ്യം ഡീപ്പ് ബ്രീത്ത് എടുത്തു കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്നുകൂടി മനസ്സിലാക്കുക. അനുയോജ്യമായ പാദരക്ഷകളും വസ്ത്രങ്ങളും ധരിക്കുക. ഇത് പരിക്കുകൾ ഒഴിവാക്കാനും സുഖപ്രദമായി വ്യായാമം ചെയ്യാനും സഹായിക്കും. നിങ്ങൾ നടക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നല്ല രീതിയിലുള്ള ടെന്നീസ് ഷൂ വാങ്ങിച്ചിരിക്കണം. രാവിലെ നമ്മൾ നടത്തുന്ന പ്രോഗ്രാമിൽ ആണെങ്കിൽ നിങ്ങൾക്കൊരു യോഗ മാറ്റ്
അല്ലെങ്കിൽ ഡെറി എന്ന് പറയുന്ന കോട്ടന്റെ മാറ്റ് ലഭിക്കുന്നുണ്ടാവും. അത് വാങ്ങിക്കുക. അത് വാങ്ങിച്ച്, കാരണം കിടന്നുകൊണ്ടുള്ള എക്സസൈസുകൾ ഉണ്ടായിരിക്കും, നിന്നുകൊണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് അവിടെ ഷൂസിന്റെ ആവശ്യമില്ല, ബെയർ ഫുട്ടിൽ നിങ്ങൾക്ക് ചെയ്യാം. ആ മാറ്റ് ഒരു വലിയ മാറ്റാണ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ബെയർ ഫുട്ടിൽ തന്നെ ചെയ്യാം. ഒരു ടവൽ കരുതുക, ഒരു കുപ്പി വെള്ളം ഉപയോഗിക്കുക, പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിക്കാതിരിക്കുക, ഒരു ചെറിയ വാം വാട്ടർ നിങ്ങളുടെ കൈ കരുതുക, ഒരു ടവലും കരുതുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എക്സർസൈസ് ചെയ്യുന്നതിന്, ഫിസിക്കൽ എക്സർസൈസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. അതുകൂടാതെ 2 ഡംബൽസ് കൂടി ഉണ്ടായാൽ, ധാരാളം വെള്ളം കുടിക്കുക. വ്യായാമത്തിന് മുമ്പും ഇടയിലും ശേഷവും വെള്ളം കുടിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്നു, 1 ലിറ്റർ വെള്ളം. ചെറിയ രീതിയിൽ ഒരു ഹാഫ് നാരങ്ങ, ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിനകത്ത് കുറച്ച് ടർമറിക്കും 1 സ്പൂൺ ഹണിയും ചേർത്ത് നിങ്ങൾ രാവിലെ തന്നെ. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ വ്യായാമത്തിന് നിങ്ങളൊരു 1/2 മണിക്കൂർ മുമ്പെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ 6:15 സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 5:30 എഴുന്നേറ്റ് അത് പ്രിപ്പയർ ചെയ്ത് അത് കുടിച്ച് നിങ്ങളുടെ വയറ് ശരിക്കും കാലിയാക്കിയതിനു ശേഷം നിങ്ങൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഒരു ബോട്ടിൽ വെള്ളം കരുതാൻ പറയുന്നത് സിപ്പ് ചെയ്ത് നമുക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയാണ്. അതും നിങ്ങൾക്ക് കരുതാവുന്നതാണ്. വയറ് നിറയെ ആഹാരം കഴിച്ച ഉടൻ വ്യായാമം ചെയ്തത് ഭക്ഷണത്തിന് ശേഷം കുറഞ്ഞത് 1.5 മണിക്കൂറെങ്കിലും കഴിഞ്ഞ് മാത്രം ചെയ്യുക എന്നുകൂടി ശ്രദ്ധിക്കുക. ശാരീരിക നില, പോസ്ചർ ശ്രദ്ധിക്കുക. തെറ്റായ രീതിയിലുള്ള വ്യായാമം പരിക്കുകൾക്ക് കാരണമാകും. അതുകൊണ്ട് പ്രത്യേകിച്ചും നിങ്ങൾ വ്യായാമം ചെയ്യുന്ന താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ ക്യാമറ ഓൺ ചെയ്ത് നിങ്ങൾ വ്യായാമം ചെയ്യുക. ക്യാമറ ഓൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു സഭ്യമായിട്ടുള്ള ഡ്രസ്സ് ആയിരിക്കണം, പ്രസന്റബിൾ ആയിരിക്കണം. ഒത്തിരി പേര് നോക്കുന്നതല്ലേ, അതുകൊണ്ട് നമ്മൾ ശരിയായ നല്ല രീതിയിലുള്ള ഒരു വസ്ത്രം, പ്രസന്റബിൾ ആയിട്ടുള്ള വസ്ത്രം, അല്ലാതെ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സല്ല, വലിയ സ്റ്റൈലിലുള്ള ഡ്രസ്സല്ല, നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ 2 ഡംബൽസ്, നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ 2 ഡംബൽസ് കരുതുന്നത് വെയിറ്റ് എക്സ്പ്രസിന് സഹായിക്കും. ഡ്രസ്സിന്റെ കാര്യത്തിൽ ലേഡീസ് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ അണ്ടർ ഗാർമെന്റ്സ്, പ്രത്യേകിച്ചും നിങ്ങളുടെ ബ്രേസർ എന്ന് പറയുന്നത് സ്ട്രെച്ചബിൾ ആയിരിക്കണം. നിങ്ങൾ ഡീപ്പ് ബ്രീത്ത് എടുക്കുമ്പോൾ സ്ട്രെച്ച് ചെയ്യുന്ന ടൈപ്പുള്ള അണ്ടർ ഗാർമെന്റ് ആയിരിക്കണം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്നുകൂടി മനസ്സിലാക്കുക. ആണുങ്ങളെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള ബ്രീഫ് ധരിക്കുക, നല്ല ടൈറ്റ് ആയിട്ടുള്ള ബ്രീഫ് ധരിക്കുക എന്നുകൂടി ശ്രദ്ധിക്കുക. സോ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. മറ്റുള്ളവർ നല്ല രീതിയിൽ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ നാളെ മുതൽ വന്നില്ല എന്ന് പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഇവരാരും നിങ്ങളെ കാണുന്നില്ല, നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. അവരവരുടെ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇൻസ്ട്രക്ടേഴ്സ് മാത്രം നിങ്ങളെ ശ്രദ്ധിക്കും. എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തുന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ക്യാമറ ഓൺ ചെയ്തിരുന്ന് ചെയ്യാൻ പറയുന്നത്. സോ വ്യക്തമായ ഒരു ലക്ഷ്യവും നിശ്ചയിക്കുക. ശരീരഭാരം കുറയ്ക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കുക, വെയിറ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡ്രീമിൽ നിങ്ങളുടെ വെയിറ്റ് ഒരു 3 മാസം കഴിയുമ്പോൾ ഇത്ര, നിങ്ങൾ പെട്ടെന്നൊരു 5 കിലോ 10 കിലോ കുറയ്ക്കും എന്ന് തീരുമാനിച്ചാൽ നടക്കുന്ന കാര്യമല്ല. വെയിറ്റ് കൂടിയ ഒരു വ്യക്തി അത് കുറയ്ക്കണമെങ്കിൽ ഗ്രാജുവലി കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഭക്ഷണം കൺട്രോൾ ചെയ്തുകൊണ്ട്, നമ്മൾ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വിശപ്പിനെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി ചെയ്യണം. നമ്മൾ കഴിവതും കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കിക്കൊണ്ട് എക്സർസൈസ് ചെയ്ത് നിങ്ങളുടെ ശരീരത്തിന് ലഭിക്കേണ്ടതായ ന്യൂട്രിയൻസ് എല്ലാം ലഭിക്കുന്നുണ്ട് എന്നുകൂടി ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഡയറ്റിങ് തുടങ്ങുക. അല്ലാതെ എല്ലാ ഭക്ഷണവും നിങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് തെറ്റാണ്. നിങ്ങളുടെ ഭാരം കുറയും, നിങ്ങളും കുറയും, നിങ്ങൾ ഇല്ലാതാകുമെന്ന് പറയുന്നു. കാരണം നമ്മുടെ ശരീരത്തിന് ഭാരം കൂടുന്ന ഭക്ഷണം ഒഴിവാക്കുക. നിങ്ങൾക്ക് പോഷകങ്ങൾ ലഭിക്കേണ്ടതായ ഭക്ഷണങ്ങൾ കറക്റ്റായിട്ട് കഴിക്കുക. അത് ഏത് രീതിയിൽ നമുക്ക് വേണമെന്നുള്ളത് വേണമെങ്കിലും നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ശരിയായ സമയത്ത് തിരഞ്ഞെടുക്കുക. ശല്യങ്ങൾ കുറഞ്ഞ രാവിലെയോ വൈകുന്നേരമോ തിരഞ്ഞെടുക്കുക. അതൊക്കെ നിങ്ങൾക്ക് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് സ്വന്തം ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് കൃത്യസമയത്ത് വരും. ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മഴക്കാലത്തും നിങ്ങൾ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ റൂമിലാണെന്ന് ചെയ്യണമെങ്കിൽ എല്ലാ ക്ലോസ് വെന്റിലേഷൻ ഉള്ള സ്ഥലമാണെന്ന് ഉറപ്പുവരുത്തുക. സിറ്റിംഗ് റൂമിലാണെങ്കിൽ എന്നും രാവിലെ നിങ്ങൾ എല്ലാ വിൻഡോസും ഒക്കെ തുറന്നിട്ടതിന് ശേഷം മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ഒരിടം ഒരുക്കുക. സാധനങ്ങൾ അലക്ഷ്യമായി കിടക്കുന്നതും തറ വഴുക്കുള്ളതുമായ സ്ഥലങ്ങളിൽ ഇത് ചെയ്യാതിരിക്കുക. അതൊക്കെ വളരെ പ്രിക്കോഷണറിയാണ്. നിങ്ങൾക്ക് അതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ ടവലും വാട്ടർ ബോട്ടിലും കരുതുക. സാധ്യമെങ്കിൽ ഡംബൽസും കരുതുക. 2 ഡംബൽസ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അതിന്റെ വെയിറ്റ് നിങ്ങൾ തീരുമാനിക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ സ്പോർട്സ് കടയിൽ പോയിട്ട് ഓരോ ഡംബൽ എടുക്കുക. 2 കിലോ 3 കിലോ 4 കിലോ 5 കിലോ 6 കിലോ അങ്ങനെ 10-12 കിലോ വരെയുള്ളതുണ്ടാകും. അല്ല ഏതെങ്കിലും ഒരു മീഡിയം സൈസ് എടുക്കുക. ഒരു 3 കിലോ എടുത്തിട്ട് അത് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു 12 പ്രാവശ്യം നിങ്ങൾ അത് ചെയ്യാൻ സാധിച്ചാൽ അത് നിങ്ങൾക്കുള്ള വെയിറ്റില്ല, കുറവാണ്. ഇനി പിന്നെ 4 എടുക്കുക. 4 എടുത്തിട്ടും ഇങ്ങനെ ചെയ്ത് ഒരു 12 വരെ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് ചെയ്യുന്നു തോന്നിക്കഴിഞ്ഞാൽ അതവിടെ വയ്ക്കുക. 5 എടുക്കുക. അങ്ങനെ ഓരോന്ന് എടുത്തു കഴിയുമ്പോൾ ഒരു
ഒരു വെയിറ്റിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഒരു 10 ആകുമ്പോഴത്തേനും കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക് വേണ്ട ഡംബൽസ്. പിന്നെ നിങ്ങൾക്ക് പല വെയിറ്റിലുള്ളത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങിക്കാം. അത് ചെറിയ എക്സർസൈസിന് ചെറിയ വെയിറ്റിലും ഒരെണ്ണം കരുതിയിരിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഓൺലൈനിൽ വാങ്ങിക്കുകയാണെങ്കിൽ വളരെ വില കുറച്ച് നിങ്ങൾക്ക് ലഭിക്കും. ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ഡോർസ്റ്റെപ്പിൽ 3-ാം ദിവസം എത്തിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പുരോഗതി ഏർപ്പെടുത്തുക. അതുകൊണ്ട് ആദ്യമേ നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഹെൽത്ത്, വെയിറ്റ് കുറയ്ക്കുന്നവരാണെങ്കിൽ വെയിറ്റിനെ കുറിച്ചായിരിക്കണം. അതുപോലെ എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ്ങിന് പ്രശ്നമുള്ള ആൾക്കാർ, നിങ്ങൾക്ക് ഗാസ്പിംഗ് എന്തെങ്കിലും ചെറിയ പണി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായി അനുഭവപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ അത് നോട്ട് ചെയ്യുക. ഐ വിൽ ബി പെർഫെക്റ്റ് ആഫ്റ്റർ 30 days, അല്ലെങ്കിൽ ഐ വിൽ ബി പെർഫെക്റ്റ്ലി ബ്രീത്തിങ് ആഫ്റ്റർ 90 days എന്നൊരു ഡ്രീം എഴുതി വെച്ച് അത് എന്തും വായിക്കുക. എന്നിട്ട് നമ്മൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒരു കൂട്ടായ്മയുടെ ഭാഗമാകുന്നതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു. നമുക്ക് ബോറടിക്കാതെ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു ഇതായിരിക്കും. നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ബോറടിക്കും, നിങ്ങൾ നിർത്തിപ്പോകും. അത് പിന്നെ സാധാരണ നിലയിൽ ഡിസംബർ 31-ാം തീയതി തീരുമാനം എടുത്ത് 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന നിലയിലേക്ക് വരാതിരിക്കുക. നിങ്ങൾക്ക് ഏത് സമയത്താണ് നിങ്ങൾ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇന്നതാണെങ്കിൽ ഇന്ന് തുടങ്ങുക, നാളെ തന്നെ രാവിലെ നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കും. അത് മറ്റുള്ളവരുടെ പ്രോത്സാഹനവും നിങ്ങൾക്ക് ലഭിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരു വ്യക്തി റെഗുലർ ആയിട്ട് അത് പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം വളരെ കറക്റ്റായിട്ട് അത് മികച്ച ആരോഗ്യത്തിലേക്കും ആന്തരിക സമാധാനത്തിലേക്കും ഒരു ചൂട് വെച്ചതിനും നിങ്ങൾക്കായി സമയം മാറ്റിവെച്ചതിനും അഭിനന്ദനം. മനസ്സിലാക്കുക, നിങ്ങൾക്കായി നിങ്ങൾ സമയം കണ്ടെത്തുകയും പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത്. ഇന്ന് നിങ്ങളുടെ പരിശീലനത്തിനായി നിങ്ങൾ നൽകുന്ന ഓരോ ചെറിയ പരിശ്രമവും കൂടുതൽ ആരോഗ്യവും സന്തുഷ്ടവും അർത്ഥപൂർണവുമായ ഒരു ജീവിതത്തിനായുള്ള വലിയൊരു വിഷയമാണ്. ചെറിയതായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ഇവിടുത്തെ അത്യാവശ്യമായിട്ടുള്ള കാര്യം. മുന്നോട്ട് തന്നെ നിങ്ങൾ ഓരോ ശ്വാസനത്തിലൂടെയും ഓരോ ചലനത്തിലൂടെയും ഓരോ ചിന്തയിലൂടെയും നിങ്ങളുടെ ഈ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ വഴിയിലുടനീളം ഞങ്ങൾ ഇതിലോടൊപ്പം സോഷ്യൽ പ്രീനിയർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഇത് ചെറിയ കാര്യമാണെങ്കിലും റെഗുലർ ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കുക. അത് കുറച്ച് നാൾ ചെയ്യുമ്പോൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ശരീരം മസിൽ വേദന എടുക്കും. മസിൽ വേദന എടുക്കുന്നത് നല്ലതാണ് എന്ന് കരുതുക. മസിൽ വേറെ ഏതെങ്കിലും നടുവേദനയോ മുട്ടുവേദനയോ ആണെങ്കിൽ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കും. മസിൽ നിങ്ങൾക്ക് വേദന എടുക്കുന്നുണ്ടെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇതാണ് നമ്മൾക്ക് എക്സർസൈസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്.